ജീവിതത്തിൽ നമ്മളെ സ്വാധീനിച്ച അറിവ് പകർന്നു തന്ന ലക്ഷ്യത്തിലേക്ക് കൈപിടിച്ച് നടത്തിയ കുറേ മനുഷ്യരുണ്ടല്ലേ. അതിലെല്ലാവരെക്കാളും മുകളിലാണ് ഒരു അധ്യാപകൻ്റെ സ്ഥാനം. വിദ്യാർത്ഥികൾക്ക് വഴികാട്ടികളാകുന്നവരാണ് ഗുരുക്കന്മാർ. അതോടൊപ്പം മാർഗദർശിയും പ്രചോദകരുമാണ്. ഇങ്ങനെ നമുക്കെല്ലാം പ്രിയപ്പെട്ട അധ്യാപകരെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കുകയും പുസ്തകത്തിൽ നിന്നല്ലാതെ ഹൃദയത്തിൽ നിന്ന് പഠിപ്പിച്ചവർ, വ്യക്തിപരമായും ബൗദ്ധികമായും ശാക്തീകരിച്ചവർ, ഒറ്റയ്ക്ക് ചിന്തിക്കാനും ബോധ്യപ്പെടാനും നമ്മളെ പ്രാപ്തരാക്കിയവർ. അങ്ങനെ ഒരു അധ്യാപകനെ വിദ്യാർത്ഥിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. എന്നാൽ ഇക്കാലത്ത് മാതൃകയായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന എത്ര ടീച്ചർമാരുണ്ട്. ഡോക്ടർ വന്ദനാദാസിനെ കൊലപ്പെടുത്തിയ സന്ദീപ് ഒരു സ്കൂൾ അധ്യാപകനായിരുന്നു. ഇപ്പോൾ തൃശ്ശൂർ കുന്നംകുളത്ത് നിന്ന് വെറുക്കപ്പെട്ട ഒരു പ്രിൻസിപ്പാളിനെ കുറിച്ചും കേട്ടു. വിദ്യാർത്ഥികളുടെയും സഹ അധ്യാപകരുടെയും ചിത്രങ്ങൾ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് നഗ്ന ചിത്രങ്ങളാക്കി മാറ്റിയ ഡോക്ടർ സജു വർഗീസിന് പിടിവീണത് എങ്ങനെയാണ്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ഈ സമൂഹത്തിനും ഒരു തലമുറയ്ക്കും വെളിച്ചമാകേണ്ടവരാണ് അധ്യാപകർ. കുട്ടികൾക്ക് നല്ല മാതൃകയാകേണ്ടവർ. എന്നാൽ ഒരു അധ്യാപകൻ്റെ ഭാഗത്ത് ചെറിയ വീഴ്ചകൾ സംഭവിച്ചാൽ വിദ്യാർത്ഥികളുടെ ജീവിതം തന്നെ ഇരുട്ടിലാകാം. ഇക്കാലത്ത് ഇങ്ങനെയുള്ള ചില ടീച്ചർമാരെക്കുറിച്ച് കേൾക്കുമ്പോൾ ഉള്ളിൽ ആശങ്കയും ആദിയുമാണ്. തൃശ്ശൂർ കുന്നംകുളത്തെ ലൈംഗിക വൈകൃതമുള്ള സ്കൂൾ പ്രിൻസിപ്പാൾ കുട്ടികളുടെയും സഹാധ്യാപകരുടെയും ചിത്രങ്ങൾ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് നഗ്ന ചിത്രങ്ങളാക്കി മാറ്റിയ വെറുക്കപ്പെട്ട മനുഷ്യൻ. കേസിൽ വെസ്റ്റ് മങ്ങാട് സെൻറ്റ് ജോസഫ് ആൻഡ് സെൻറ്റ് സിറിൽസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ ഡോക്ടർ സജു വർഗീസിനെ കുന്നംകുളം പോലീസാണ് അറസ്റ്റ് ചെയ്തത്. വിദ്യാർത്ഥികൾ നൽകിയ പരാതിയിലാണ് ഇയാളുടെ തനി സ്വഭാവം പുറം ലോകം അറിഞ്ഞത്. സ്കൂളിലെ വിദ്യാർത്ഥിനികളുടെയും സഹപ്രവർത്തകരായ അധ്യാപികമാരുടെയും ചിത്രങ്ങൾ മോർഫ് ചെയ്ത് നഗ്നചിത്രങ്ങളാക്കി ഫോണിൽ സൂക്ഷിച്ച കേസിലാണ് പ്രിൻസിപ്പലിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. വിദ്യാർത്ഥിനികളും അധ്യാപകരും പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് വെസ്റ്റ് മങ്ങാട് സെന്റ് ജോസഫ് ആൻഡ് സെന്റ് സിറിൽസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൽ ഡോക്ടർ സജു വർഗീസിനെതിരെ കേസെടുത്തത്. പോക്സോ വകുപ്പ് ചുമത്തിയാണ് പോലീസിന്റെ നടപടി. രണ്ടു ദിവസം മുമ്പ് സ്കൂളിൽ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് സംഭവങ്ങളുടെ തുടക്കം. പഠനാവശ്യങ്ങൾക്കായി പ്രിൻസിപ്പൽ തന്റെ മൊബൈൽ ഫോൺ വിദ്യാർത്ഥികൾക്ക് നൽകിയിരുന്നു. ഫോൺ ഉപയോഗിക്കുന്നതിനിടെ ഗാലറി പരിശോധിച്ച വിദ്യാർത്ഥികൾ സഹപാഠികളുടെയും അധ്യാപകരുടെയും മോർഫ് ചെയ്ത നിലയിലുള്ള അശ്ലീല ചിത്രങ്ങൾ കണ്ടു ഞെട്ടി. തുടർന്ന് വിദ്യാർത്ഥികൾ ഈ വിവരം മറ്റധ്യാപകരെയും സ്കൂൾ അധികൃതരെയും അറിയിക്കുകയായിരുന്നു. വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് നൽകിയ പരാതിയെ തുടർന്നാണ് കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷം കേസെടുത്തത്. അറസ്റ്റിലായ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തൃശൂർ. ലൈംഗിക വൈകൃതമുള്ള കുറേ മനുഷ്യരെ നമ്മുടെ ചുറ്റുപാടും നോക്കിയാൽ കാണാം. നല്ല ജോലിയും വസ്ത്രധാരണവും സംസാരവും ഒക്കെ കണ്ടാൽ മാന്യന്മാരാണെന്നേ പറയൂ. എന്നാൽ തക്കം കിട്ടിയാൽ അവരിലെ തനി സ്വഭാവം പുറത്തു വരും. എറണാകുളം കളമശ്ശേരിയിൽ യുവതിയെ അതിക്രൂരമായി ആക്രമിച്ച് സ്വർണവും പണവും കവർന്ന സംഭവത്തിൽ പുറത്തു വരുന്നത് ഞെട്ടിപ്പിക്കുന്ന കഥകളാണ്. പ്രതിയുടെ ലക്ഷ്യം കവർച്ചയായിരുന്നില്ല, യുവതിയെ ലൈംഗികമായി ഉപദ്രവിക്കലായിരുന്നു. സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതിയെ പിടികൂടിയപ്പോഴാണ് ആക്രമണത്തിൻ്റെ കാരണം വ്യക്തമായത്. പാലക്കാട് അഗളി സ്വദേശിയായ പ്രതി KSEB കരാർ ജോലിക്കായി കൊച്ചിയിലെത്തിയതാണ്. അതിനിടെയാണ് ഈ അതിക്രമവും കേസും അറസ്റ്റും. കളമശ്ശേരി സെന്റ് ജോസഫ് പള്ളിക്ക് സമീപം റെയിൽവേ പാലം കടന്നു പോകും വഴിയായിരുന്നു കണ്ണൂർ സ്വദേശിയായ യുവതി അതിക്രൂരമായി ആക്രമിക്കപ്പെട്ടത്. ജോലി കഴിഞ്ഞ് രാത്രി 8 മണിയോടെ വീട്ടിലേക്ക് പോകും വഴി പിന്നിൽ നിന്നെത്തിയ ആൾ തലയിലൂടെ തുണിയിട്ട് ചവിട്ടി വീഴ്ത്തി. കല്ലുകൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ച ശേഷം ആഭരണമടക്കം കവർന്ന് പ്രതി രക്ഷപ്പെടുകയായിരുന്നു. യുവതി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് പ്രതിക്കായി അന്വേഷണം തുടങ്ങിയത്. പ്രദേശത്തെ 200-ലേറെ CCTVകൾ പരിശോധിച്ചു. 1 ലക്ഷത്തോളം മൊബൈൽ ടവർ ലൊക്കേഷൻ പരിശോധിച്ചുമാണ്
പാലക്കാട് അഗളി സ്വദേശിയിലേക്ക് പോലീസ് എത്തിയത്. കഴിഞ്ഞ ദിവസം അഗളിയിലെത്തി പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കവർച്ച മാത്രമല്ല, ലൈംഗിക പീഡനവും പ്രതി ലക്ഷ്യമിട്ടതായി അന്വേഷണത്തിൽ വ്യക്തമായി. ഈ നമ്മുടെ അതിജീവിത വഴി വരികയുണ്ടായിരുന്ന അതിജീവിതയുടെ കയ്യിൽ നിന്നും പണവും അതുപോലെ തന്നെ അതിജീവിതയെയും ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് പ്രതി തീരുമാനിക്കുകയും ഒരു ഇൻസിഡന്റ് നടക്കുകയാണ് ഉണ്ടായിരുന്നത്. ഇതിലൂടെ പ്രാഥമികമായിട്ടുള്ള നമ്മുടെ ഇൻവെസ്റ്റിഗേഷനിൽ നിന്നും നമുക്ക് ഈ ഒരു കേസിന് ആസ്പദമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും എല്ലാ വെരിഫിക്കേഷനും കിട്ടുകയുണ്ടായി. പ്രതിയെ ഇന്നലെ പ്രതിയുടെ സ്വദേശം പാലക്കാട് അഗളി വീട്ടിൽ നിന്നും പിടിക്കാൻ നേരം പ്രതിയുടെ കയ്യിൽ നിന്നും കവർച്ചയ്ക്ക് യൂസ് ചെയ്ത വണ്ടിയും അതുപോലെ തന്നെ ഈ അതിജീവിതയുടെ മൊബൈൽ ഫോണും റിക്കവറി ചെയ്യുകയുണ്ടായി. കൊച്ചിയിൽ KSEB കരാർ തൊഴിലാളിയായി ജോലി ചെയ്ത പ്രതിക്ക് പ്രദേശത്തെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടായിരുന്നു. നിലവിൽ പത്തടിപ്പാലത്ത് മറ്റൊരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്. സുഹൃത്തുക്കൾക്കൊപ്പം മദ്യപിച്ച ശേഷമാണ് പുറത്തിറങ്ങി യുവതിയെ ആക്രമിച്ചത്. പെൺകുട്ടിയിൽ നിന്നും കവർന്ന 1 പവൻ മാലയും കമ്മലും കണ്ടെത്താൻ പോലീസിനായില്ല. യുവതിയുടെ മൊബൈൽ ഫോൺ പ്രതിയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ബലാത്സംഗ ശ്രമം അടക്കം നടന്നതിനാൽ ഈ വകുപ്പുകൾ കൂടി പ്രതിക്കെതിരെ പോലീസ് ചുമത്തുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി. ചില പുരുഷന്മാരുണ്ട് വീട്ടിലെ സ്ത്രീകളെയും കുട്ടികളെയും തല്ലിയും മർദ്ദിച്ചും കയ്യൂക്ക് കാണിക്കുന്നവർ. നിസ്സാര കാര്യങ്ങൾക്ക് പോലും വീട്ടിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവർ. സ്വന്തം ഭാര്യയെയും മക്കളെയും തല്ലുന്നത് വലിയ ഹീറോയ്സ് ഒന്നുമല്ല കേട്ടോ, നാണക്കേടാണ്. കൊല്ലം ഏരൂരിൽ വീട്ടിൽ പരാക്രമം കാട്ടിയ യുവാവിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. പണയം വെച്ച സ്വർണ്ണാഭരണങ്ങൾ തിരികെ എടുക്കുന്നതിനെ ചൊല്ലിയുണ്ടായ കുടുംബ വഴക്കിനിടെയാണ് നന്ദകുമാർ ഭാര്യയും മകനെയും വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. കേസിൽ പ്രതി നന്ദകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഗുരുതരമായി പരിക്കേറ്റ ഇരുവരും ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ വധശ്രമം ഉൾപ്പെടെയുള്ള ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് പ്രതിക്കെതിരെ കേസെടുത്തത്. കൊല്ലം ഏരൂർ ഐരനെല്ലൂരിലാണ് സംഭവം. കുടുംബവഴക്കിനെ തുടർന്നാണ് ഐരനെല്ലൂർ കല്യാണിമുക്കിന് സമീപം നന്ദനത്തിൽ നന്ദകുമാർ ഭാര്യയെയും മകനെയും വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. സ്വർണ്ണാഭരണങ്ങളെ ചൊല്ലിയുണ്ടായ തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. വീട്ടിലെ ഹാളിൽ വെച്ച് ഭാര്യ സിമിയെ ആദ്യം ഭീഷണിപ്പെടുത്തുകയും പിന്നീട് മർദ്ദിക്കുകയും ചെയ്തു. വീട്ടുമുറ്റത്തേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച യുവതിയെ പിന്തുടർന്ന് മാരകായുധം ഉപയോഗിച്ച് നെഞ്ചിൽ വെട്ടുകയായിരുന്നു. അമ്മയെ രക്ഷിക്കാൻ ശ്രമിച്ച ഇളയ മകനും ആക്രമണത്തിൽ പരിക്കേറ്റു. നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സിമിയുടെയും മകന്റെയും പണയം വെച്ച സ്വർണ്ണാഭരണങ്ങൾ തിരികെ എടുക്കുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറയുന്നു. പ്രതിക്കെതിരെ വധശ്രമം, മാരകായുധം ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊല്ലം. മുസ്ലിം ലീഗ് നേതാവ് എന്നതിലുപരി ഒരു സമുദായത്തിൻ്റെ ആത്മീയാചാര്യനാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. അതുകൊണ്ട് തന്നെ ആ വലിയ മനുഷ്യനെ അധിക്ഷേപിക്കുന്ന കാര്യങ്ങൾ ഒരു വിഭാഗം ആളുകളുടെ മനസ്സിൽ വേദനയുണ്ടാക്കാം. കഴിഞ്ഞ ദിവസം ഷാനു എന്ന FB അക്കൗണ്ട് വഴി തങ്ങളെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ചില വ്യാജ ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. ആരാണ് ആ പേജിന് പിന്നിൽ? അവരുടെ ലക്ഷ്യം എന്തായിരുന്നു? സാദിഖ് അലി തങ്ങൾക്കെതിരെയുള്ള FB പോസ്റ്റ് വ്യാജമാണെന്ന പരാതിയിൽ സൈബർ പോലീസ് അന്വേഷണം തുടങ്ങി. മുസ്ലിം ലീഗിൻ്റെ പരാതിയിൽ മലപ്പുറം സൈബർ ക്രൈം പോലീസ് കേസെടുത്താണ് അന്വേഷണം നടത്തുന്നത്. അപകീർത്തിപ്പെടുത്തൽ, പ്രകോപനം സൃഷ്ടിക്കൽ, വ്യാജരേഖ ചമക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ പ്രകാരമാണ് കേസ്. കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് ഷാനു എന്ന അക്കൗണ്ടിൽ നിന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ അപകീർത്തികരമായ പരാമർശങ്ങളടങ്ങിയ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത്. ഏറെ വൈകാതെ മുസ്ലിം ലീഗ് സൈബർ പോലീസിൽ പരാതി നൽകി. ഫേസ്ബുക്ക് പോസ്റ്റിലെ ഫോട്ടോകൾ വ്യാജമായി നിർമ്മിച്ചതാണ് എന്നും മുസ്ലിം ലീഗ് പരാതിയിൽ പറയുന്നു.
സംഭവത്തിൽ അന്വേഷണം തുടങ്ങിയ സൈബർ പോലീസ് വിവിധ വകുപ്പുകൾ ഉൾപ്പെടുത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. അക്കൗണ്ട് ഉടമയുടെ വിശദാംശങ്ങൾ മെറ്റയോട് തേടിയിട്ടുണ്ടെന്ന് സൈബർ പോലീസ് വ്യക്തമാക്കി. ഇത് ലഭിക്കാൻ 3 ദിവസത്തോളം സമയമെടുക്കും. ഫേസ്ബുക്ക് അക്കൗണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് തുടങ്ങിയത്. ഈ അക്കൗണ്ടിൽ നിന്ന് മറ്റ് പോസ്റ്റുകളൊന്നും ഉണ്ടായിട്ടില്ല എന്നതും സംശയം വർദ്ധിപ്പിക്കുന്നു. ഈ അക്കൗണ്ടിൽ മ്യൂച്വൽ ഫണ്ടായി ഉൾപ്പെട്ട ഒരേയൊരാൾ ഇടതുപക്ഷ സഹയാത്രികനായ സൈബർ പോരാളി അഫ്സൽ പാണക്കാടാണ്. സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ ആരോപണമുന്നയിച്ച ഫേസ്ബുക്ക് അക്കൗണ്ടിന് പിന്നിൽ അഫ്സൽ പാണക്കാടാണെന്ന തരത്തിൽ സൈബർ ഇടത്തിൽ പ്രചാരണവും ഭീഷണിയും ഉയർന്നതോടെ ഇയാളും സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകി. രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രംഗത്തെത്തി. തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരത്തിലുള്ള അപകീർത്തികരമായുള്ള പ്രചാരണങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യമിട്ടുള്ളത് തന്നെയാണെന്നാണ് ലീഗിന്റെ വിലയിരുത്തൽ. അല്ല, അതൊക്കെ വെറും ഫേക്കാണെന്നും അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ള ബോധ്യമുള്ളതുകൊണ്ട് അതിൽ സ്വാഭാവികമായും ഇങ്ങനെ സമൂഹ മാധ്യമത്തിൽ തേജോധനം ചെയ്യുമ്പോൾ പ്രയാസം ഉണ്ടാവും. പക്ഷെ അത് രാഷ്ട്രീയപരമായും നിയമപരമായും നമ്മൾ നേരിടും. അതിനുവേണ്ട എല്ലാ നടപടികളുമായി പാർട്ടി മുന്നോട്ട് പോയിട്ടുണ്ട്. ഇന്നലെ തന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പോസ്റ്റിട്ട് നമ്മൾ കണ്ടു. അപ്പോൾ പരാതി നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നിയമപരമായുള്ള ഏത് നീക്കുപോക്കുകളാണ് സാധുതമായത് ആ രീതിയിൽ അതിനെ ഞങ്ങൾ നേരിടാൻ തയ്യാറാണ്. ന്യൂസ് 18 മലപ്പുറം. ചെറിയ വള്ളത്തിൽ പുഴയിലൂടെ സഞ്ചരിച്ച് മീൻപിടുത്തം. ആ വീഡിയോകൾ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ താരമായ ചെറുപ്പക്കാരൻ കോട്ടയം തലയോലപ്പറമ്പ് സ്വദേശി അഭിജിത്ത് സാബുവിൻ്റെ ഇൻസ്റ്റഗ്രാമിലെയും യൂട്യൂബിലെയും വീഡിയോകൾ കാണാൻ ഒരു പ്രത്യേക കൗതുകമുണ്ട്. എന്നാൽ ഇങ്ങനെ വള്ളത്തിലൂടെയുള്ള അയാളുടെ യാത്രകൾ മീൻ പിടിക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ല. ഇതിൻ്റെ മറവിൽ കഞ്ചാവ് കച്ചവടവും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ചെറിയ വള്ളത്തിൽ സൂക്ഷിച്ചിരുന്ന 580 ഗ്രാം കഞ്ചാവുമായി പിടിയിലായപ്പോഴാണ് ഈ യൂട്യൂബറുടെ ലഹരി ഇടപാടുകൾ പുറത്തു വന്നത്. തലയോലപ്പറമ്പ് വെള്ളൂർ മേഖലകളിൽ യുവാക്കൾക്ക് കഞ്ചാവ് എത്തിച്ചിരുന്നത് അഭിജിത്ത് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. വെട്ടിക്കാട്ടുമുക്ക് പാലത്തിന് സമീപം ആറാട്ടുകടവിൽ കഴിഞ്ഞ ദിവസം രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. ജില്ലാ പോലീസ് മേധാവിക്ക് കിട്ടിയ രഹസ്യവിവരത്തെ തുടർന്ന് ഡാൻസ് അംഗങ്ങളും തലയോലപ്പറമ്പ് പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് അഭിജിത്ത് സാബു പിടിയിലായത്. കടവിൽ കെട്ടിയിട്ടിരുന്ന വള്ളത്തിലേക്ക് കയറാനെത്തിയപ്പോഴാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. വള്ളത്തിൽ ഒളിപ്പിച്ചിരുന്ന 580 ഗ്രാം കഞ്ചാവ് പോലീസ് കണ്ടെടുത്തു. യുവതികൾ ഉൾപ്പെടെയുള്ള ആവശ്യക്കാർക്കായി വിൽപ്പന നടത്താൻ സൂക്ഷിച്ചിരുന്ന കഞ്ചാവാണ് പിടികൂടിയതെന്ന് പോലീസ് പറഞ്ഞു. തലയോലപ്പറമ്പ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിവരുന്നത്. വള്ളത്തിൽ യാത്ര ചെയ്ത് ചൂണ്ടയിട്ട് മീൻ പിടിച്ച് റീൽസ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നയാളാണ് അഭിജിത്ത്. ന്യൂസ് 18 തലയോലപ്പറമ്പ്. കൊച്ചി വടുതലയിലെ വാടക വീട്ടിൽ ഒരു കുടുംബത്തിലെ 5 പേരെ മരിച്ചതിൽ കണ്ടെത്തിയ കേസിൽ പുറത്തുവരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. കുട്ടികളെ കൊലപ്പെടുത്താനുള്ള വിഷം വാങ്ങിയത് ഓൺലൈൻ വഴിയെന്നാണ് പോലീസ് നിഗമനം. ഇത് കണ്ടെത്താനായി മരിച്ച അശ്വതിയുടെ ഫോൺ ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട്. 3 കുപ്പി വിഷപദാർത്ഥമാണ് വാങ്ങിയത്. ഇതിൽ ഉപയോഗിച്ച 2 കുപ്പികളും തുറക്കാത്ത കുപ്പിയും 3 ജ്യൂസ് ബോട്ടിലുകളും വീട്ടിൽ നിന്നും കണ്ടെടുത്തു. ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങളെ തുടർന്ന് ഭർത്തൃ വീട്ടുകാരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. രണ്ടു മാസം മുൻപാണ് അശ്വതിയും കുട്ടികളും അമ്മയും മൂത്ത മകന്റെ ചികിത്സാർത്ഥം വടുതലയിൽ വീട് വാടകയ്ക്കെടുത്തത്. വീട്ടിൽ ആളടക്കം കാണാത്തതിനെ തുടർന്ന് ശനിയാഴ്ച രാവിലെ വീട്ടുടമയുടെ സഹോദരന്റെ മകൻ വന്ന് നോക്കിയപ്പോഴാണ് മരണവിവരം പുറത്തുവരുന്നത്. കരൾ രോഗബാധിതനായിരുന്ന അശ്വതിയുടെ ഭർത്താവ് അക്ഷത് 7 മാസം മുൻപ് ജീവനൊടുക്കിയിരുന്നു. ഈ ആഘാതത്തിന് പിന്നാലെ കുടുംബത്തിൽ തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായി.
പോലീസിന് ലഭിച്ച ആത്മഹത്യാക്കുറിപ്പിലും കടുത്ത കുടുംബ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളുണ്ട്. മക്കൾക്ക് വിഷം നൽകിയ ശേഷം ശ്രീകുമാരിയും അശ്വതിയും തൂങ്ങി മരിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് നിഗമനം. കുട്ടികൾക്ക് നൽകിയ വിഷം ഓൺലൈൻ വഴിയാണ് വാങ്ങിയതെന്ന് പോലീസ് സംശയിക്കുന്നു. ഇവരുടെ ഫോണുകൾ പരിശോധനയ്ക്കായി പോലീസിന്റെ കൈവശമാണ്. ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനയും നടത്തും. ഇവയുടെ റിപ്പോർട്ട് വന്നാലേ മരണകാരണം പൂർണ്ണമായും വ്യക്തമാകൂ. വടുതലയിൽ വാടകയ്ക്ക് താമസം ആരംഭിച്ചതു മുതൽ കുടുംബ ഭക്ഷണവും മറ്റുമെല്ലാം ഓൺലൈൻ വഴിയാണ് വാങ്ങിയിരുന്നത്. പുറത്തുപോകുന്ന പതിവില്ലാത്ത സാഹചര്യത്തിലാണ് ഓൺലൈനിലൂടെയാകും വിഷപദാർത്ഥവും വാങ്ങിയതെന്ന സംശയം പോലീസിന് ബലപ്പെട്ടത്. 3 കുപ്പി വിഷപദാർത്ഥമാണ് വാങ്ങിയത്. ഇതിൽ 2 ഉപയോഗിച്ചെന്ന് പരിശോധനയിൽ വ്യക്തമായി. തുറക്കാത്ത കുപ്പിയും 3 ഒഴിഞ്ഞ ജ്യൂസ് ബോട്ടിലുകളും വീട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം വിളപ്പിൽശാല സ്വദേശിനി ശ്രീകുമാരി, മകൾ അശ്വതി, മക്കളായ കാർണിവൻ, കീർത്തിവൻ, അക്ഷിത എന്നിവരെ ശനിയാഴ്ച രാവിലെയോടെയാണ് വടുതലയിലെ വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവം അറിഞ്ഞ് ഇവരുടെ ബന്ധുക്കൾ കൊച്ചിയിലെത്തിയെങ്കിലും 5 പേരുടെയും മൃതദേഹം പച്ചാളം വൈദ്യുതി ശ്മശാനത്തിൽ സംസ്കരിക്കാനായിരുന്നു തീരുമാനം. തിരുവനന്തപുരത്തേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടും സാമ്പത്തിക പ്രതിസന്ധിയും അറിയിച്ചതോടെ മേയർ VK മിനിമോൾ, കൗൺസിലർ ആൽബർട്ട് അമ്പലത്തിങ്കൽ എന്നിവരുടെ നേതൃത്വത്തിൽ പച്ചാളം ശ്മശാനത്തിൽ സംസ്കാരത്തിനുള്ള സംവിധാനം ഒരുക്കി നൽകി. കളമശ്ശേരി മെഡിക്കൽ കോളേജ്, എറണാകുളം ജനറൽ ആശുപത്രി എന്നിവിടങ്ങളിലായാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടന്നത്. ന്യൂസ് 18 കൊച്ചി. ഒരാളുടെ മനസ്സിൽ പക തോന്നാൻ നിസ്സാര കാരണം മതിയല്ലേ? പിന്നെ ആ പക മനസ്സിലിട്ട് നടന്ന് പ്രതികാരം ചെയ്യുന്നവരുണ്ട്. കൊല്ലും കൊലയും നടത്തുന്നവർ. കോട്ടയം വൈക്കത്ത് 2012 മാർച്ചിൽ നോയൽ എന്ന യുവാവിനെ സംഘം ചേർന്ന് കല്ലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസ് മനുഷ്യ മനസാക്ഷിയെ തന്നെ മരവിപ്പിക്കുന്നതായിരുന്നു. അക്രമികളിൽ നിന്ന് രക്ഷപ്പെടാനായി പുഴയിൽ ചാടിയ യുവാവിനെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ 14 വർഷങ്ങൾക്ക് ശേഷം പ്രതികൾക്ക് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നു. 5 പ്രതികൾക്ക് 7 വർഷം കഠിന തടവും 50,000 രൂപ വീതം പിഴയുമാണ് ശിക്ഷ. പിഴത്തുകയിൽ നിന്ന് 2 ലക്ഷം രൂപ നോയലിൻ്റെ കുടുംബത്തിനും 50,000 രൂപ ഒപ്പം ആക്രമിക്കപ്പെട്ട സഹോദരൻ നോബിളിനും നൽകണമെന്നും ഉത്തരവിലുണ്ട്. കോട്ടയം ചെമ്പ് സ്വദേശി നോയലിനെ കൊലപ്പെടുത്തിയ കേസിൽ 5 പ്രതികൾക്കാണ് 7 വർഷം കഠിന തടവ് വിധിച്ചത്. വടക്കേമുറി ഓണാട്ടുതറയിൽ ഷമീർ, സഹോദരൻ സിനാജ്, ഇവരുടെ പിതാവ് അബ്ദുൽ അസീസ്, വടക്കേമുറി ഇന്നാംതുരുത്തിൽ വീട്ടിൽ ഷാജി, വടക്കേമുറി പള്ളത്ത് വീട്ടിൽ സുധീർ സുബി എന്നിവരാണ് ശിക്ഷിക്കപ്പെട്ടത്. പ്രതികൾ 50,000 രൂപ വീതം പിഴയും ഒടുക്കണമെന്ന് കോട്ടയം ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചു. പിഴത്തുകയിൽ നിന്ന് 2 ലക്ഷം രൂപ നോയലിന്റെ കുടുംബത്തിന് നൽകണം. ഒപ്പം ആക്രമിക്കപ്പെട്ട സഹോദരൻ നോബിളിന് 50,000 രൂപ നൽകണമെന്നും കോടതി വിധിയിൽ പറയുന്നു. പ്രതിപട്ടികയിലുണ്ടായിരുന്ന മജീദ്, മാത്യു, അനൂപ്, ഷാഹുൽ, ഹമീദ് എന്നിവരെ കോടതി വിട്ടയച്ചു. കൂറുമാറിയ സാക്ഷികൾക്കെതിരെ കേസെടുക്കാനും കോടതി നിർദ്ദേശം നൽകി. മാർച്ച് 16 കേസിന് ആസ്പദമായ സംഭവം. രാവിലെ 10:30 പ്രിയദർശിനി ബസ്സുമായി വൈക്കത്തെ പെട്രോൾ പമ്പിൽ ഇന്ധനം നിറയ്ക്കാനെത്തിയതായിരുന്നു ഡ്രൈവർ നോബിൾ. ബസ് പിന്നോട്ടെടുത്തപ്പോൾ തന്റെ ബൈക്കിൽ തട്ടിയെന്നാരോപിച്ച് അബ്ദുൽ അസീസ് നോബിളിനെ മർദ്ദിച്ചു. പിന്നീട് മക്കളെയും ബന്ധുക്കളെയും കൂട്ടിവന്ന ബസിന്റെ എറണാകുളം ട്രിപ്പ് തടഞ്ഞ് വീണ്ടും ആക്രമിച്ചു. പരിക്കേറ്റ നോബിളിനെ വൈക്കം സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ പ്രതികൾ അവിടെയും എത്തി. നോബിളിനെയും കൂടെയുണ്ടായിരുന്ന സഹോദരൻ നോയലിനെയും പ്രതികൾ ആശുപത്രി പരിസരത്ത് വെച്ച് മർദ്ദിച്ചു. പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെട്ട് മുറിഞ്ഞപുഴയിലെ ബന്ധുവീട്ടിൽ അഭയം തേടിയപ്പോൾ പ്രതികൾ പിന്നാലെ ഇവിടെയും എത്തി. തുടർന്ന് നോബിളും നോയലും മുറിഞ്ഞപുഴയാറ്റിൽ ചാടി നീന്തി രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ 200 മീറ്ററോളം വീതിയുള്ള പുഴയുടെ മറുകരയിലെത്തുക അസാധ്യമെന്ന് തിരിച്ചറിഞ്ഞതോടെ ഇരുവരും തിരികെ നീന്തി. ഈ സമയം പുഴയുടെ കരയിൽ നിന്ന പ്രതികൾ സഹോദരങ്ങൾക്ക് നേരെ കല്ലെറിഞ്ഞു. വടിവാൾ വീശിയും ഭീഷണിപ്പെടുത്തി. നീന്തി അവശനിലയിലായ നോയലിനെ കരയിലെത്താൻ പ്രതികൾ അനുവദിച്ചില്ല. തുടർന്ന് നോയൽ പുഴയിൽ മുങ്ങി മരിക്കുകയായിരുന്നു. വൈക്കം സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന
KS ബേബിക്കായിരുന്നു അന്വേഷണ ചുമതല. 49 സാക്ഷികളാണ് കേസിലുണ്ടായിരുന്നത്. ന്യൂസ് 18 കോട്ടയം. ഉത്തർപ്രദേശിലെ ഗ്രാമങ്ങളിൽ ഗ്രാമമുഖ്യന്മാർക്കുള്ള സ്വാധീനം ചെറുതൊന്നുമല്ല. അവിടെ നീതിയോ നിയമമൊക്കെ നടപ്പാക്കാൻ പോലും അവർക്ക് അധികാരമുണ്ട്. ഇങ്ങനെയുള്ള നാട്ടിലാണ് ഒരു ഗ്രാമമുഖ്യനെ കൊലപ്പെടുത്തിയ സംഭവം അരങ്ങേറിയത്. സുമേർപൂർ ഗ്രാമത്തിലെ ഗ്രാമമുഖ്യന്റെ മൃതദേഹം ചാക്കിൽ കെട്ടിയ നിലയിൽ കനാലിൽ നിന്നും കണ്ടെത്തി. മുസ്തഖ ഗുൽഷൻ എന്ന മുന്നേ കൊലപ്പെടുത്തിയ കേസിൽ കാമുകി സുമനും സഹോദരനും അറസ്റ്റിലായി. 2 ഭാര്യമാരും 18 മക്കളുമുള്ള മുന്നയെ സംഘം ചേർന്ന് കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. മാർച്ച് 18 കാണാതായ മുസ്തഖ ഗുൽഷൻ എന്ന മുന്നയുടെ മൃതദേഹം കനാലിൽ ചാക്കിൽ കെട്ടിയ നിലയിലാണ് കണ്ടെത്തിയത്. ഇരുമ്പുദണ്ടു കൊണ്ട് തലക്കേറ്റ അടിയാണ് മരണകാരണമെന്ന് പോലീസ് കണ്ടെത്തി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നതിങ്ങനെ: മുൻ ഗ്രാമമുഖ്യനായ മുന്നയ്ക്ക് 2 ഭാര്യമാരാണുള്ളത്. ഇരുവരിലുമായി ആകെ 18 മക്കളുണ്ട്. ഇതിൽ ഒരു മകളുടെ വിവാഹം കഴിഞ്ഞതാണ്. അടുത്തിടെ സുമൻ ദേവി എന്ന വിവാഹിതയായ മറ്റൊരു സ്ത്രീയുമായി മുന്ന അടുപ്പത്തിലായി. ഭർത്താവ് ജോലിക്കായി ഗ്രാമത്തിന് പുറത്ത് താമസിച്ചിരുന്നത് മുതലെടുത്താണ് ഇയാൾ യുവതിയുമായി അടുപ്പത്തിലായത്. തുടർന്ന് സ്ഥിരമായി തന്നെ കാണാൻ വരണമെന്നും മറ്റും മുന്ന ഇവരോട് നിർബന്ധം പിടിച്ചു തുടങ്ങി. ഭീഷണിയും സമ്മർദ്ദവും തുടർന്നതോടെ സുമൻ കാര്യങ്ങൾ സഹോദരനോട് പറയുകയും ഇരുവരും ചേർന്ന് കൊല നടത്താൻ പദ്ധതിയിടുകയുമായിരുന്നു. മാർച്ച് 18 സുമൻ ക്ഷണിച്ചത് പ്രകാരം വീട്ടിലെത്തിയ മുന്നയെ സുമന്റെ സഹോദരനും കൂട്ടാളികളും ചേർന്ന് മർദ്ദിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു. പിന്നീട് മൃതദേഹം ചാക്കിലാക്കി കനാലിൽ തള്ളുകയായിരുന്നെന്നും പോലീസ് പറഞ്ഞു. CCTV फुटेजेस और लोगों से पूछताछ में यह पता लगा कि उनका मिलना जुलना सुमन देवी नाम की महिला के साथ था और अवैध संबंधों के चलते उनकी हत्या सुमन देवी, उनके भाई अतुल गौतम और उसके मित्र अरुण गौतम के द्वारा हत्या कारित कर दी गई है और शव को नहर में फेंक दिया गया है. ഫോൺ രേഖകൾ പരിശോധിച്ചാണ് പോലീസ് സുമനിലേക്ക് എത്തിയത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്തതോടെ കുറ്റം സമ്മതിക്കുകയായിരുന്നു. ഞായറാഴ്ചയാണ് കനാലിൽ നിന്നും മൃതദേഹം കണ്ടെടുത്തത്. സുമനെയും സഹോദരനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. മറ്റു പ്രതികൾക്കായി തെരച്ചിൽ തുടരുകയാണ്. ന്യൂസ് 18 UP. തിരുവനന്തപുരം കവടിയാർ കൊട്ടാരത്തിലെ സ്വർണ്ണ മോഷണ കേസ് പോലീസിന് എത്രത്തോളം വെല്ലുവിളിയാണ്. മാസങ്ങൾക്ക് മുൻപ് നടന്ന കവർച്ചയിൽ പ്രതികളെ കണ്ടെത്തുക എളുപ്പമുള്ള കാര്യമാണ്. ഇതോടെ കേസ് അന്വേഷണം പ്രത്യേക സംഘത്തിന് കൈമാറിയിരിക്കുകയാണ്. കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ അജയ്നാഥിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിനാണ് അന്വേഷണ ചുമതല. ഈ ശാസ്ത്രീയ തെളിവുകളുടെയും സാങ്കേതിക സഹായത്തോടെയും മാത്രമേ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. ആദ്യം പേരൂർക്കട പോലീസ് അന്വേഷിച്ച കേസാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയത്. കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ ജി അജയ്നാഥിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇനി കേസ് അന്വേഷിക്കുക. കൊട്ടാരത്തിലെ ജീവനക്കാരുടെയും രാജകുടുംബാംഗങ്ങളുടെ ബന്ധുക്കളുടെയും മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തും. ഇത് പൂർത്തിയായ ശേഷം ശാസ്ത്രീയ പരിശോധനകളിലേക്ക് കടക്കും. $2 കോടിയോളം രൂപ വില വരുന്ന ആഭരണങ്ങളാണ് കൊട്ടാരത്തിൽ നിന്ന് കളവ് പോയത്. ഗൗരി ലക്ഷ്മി ഭായിയുടെ പരാതിയെ തുടർന്നാണ് പോലീസ് അന്വേഷണം തുടങ്ങിയത്. മോഷണം നടന്ന് മാസങ്ങൾക്ക് ശേഷമാണ് പരാതി ലഭിച്ചത് എന്നതിനാൽ അന്വേഷണത്തിന് നിരവധി വെല്ലുവിളികളുണ്ട്. ശാസ്ത്രീയ തെളിവുകളുടെയും സാങ്കേതിക സഹായത്തോടെയും മാത്രമേ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാകൂ. ഫോൺ രേഖകളും പ്രാഥമിക പരിശോധനയിൽ ലഭിച്ച തെളിവുകളും
പ്രത്യേക അന്വേഷണ സംഘം വിശകലനം ചെയ്യും. ഇതിനുശേഷമാകും തുടർ നടപടികളിലേക്ക് കടക്കുക. കൊട്ടാരത്തിലെ ക്യാമറ ദൃശ്യങ്ങളും ശേഖരിക്കും. വിരലടയാള വിദഗ്ധർ കൊട്ടാരത്തിൽ പരിശോധന നടത്തിയിരുന്നു. മോഷണവുമായി ബന്ധപ്പെട്ട് കൊട്ടാരത്തിലെ ജീവനക്കാരുൾപ്പെടെ 60-ലേറെ പേരുടെ മൊഴിയാണ് പോലീസ് ശേഖരിക്കുന്നത്. ഇതിൽ പകുതിയിലധികം പേരുടെ മൊഴി എടുത്തതായാണ് വിവരം. വളരെ വിലപിടിപ്പുള്ളതും അമൂല്യമായതുമായ ആഭരണങ്ങൾ മോഷ്ടിച്ചത് ആസൂത്രിതമാണെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. ന്യൂസ് 18 തിരുവനന്തപുരം. മഞ്ഞുമൽ ബോയ്സ് സിനിമയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നിർമ്മാതാവ് ബാബു ഷാക്കിറിന് തിരിച്ചടി. ബാബു ഷാക്കിറിന്റെ അപ്പീൽ സുപ്രീം കോടതി തള്ളി. മരട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കില്ലെന്നും കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. കേസിലെ അന്വേഷണം തടയേണ്ടതില്ലെന്നാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നിർമ്മാതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും അന്വേഷണം തുടരാനായിരുന്നു നിർദ്ദേശം. മഞ്ഞുമൽ ബോയ്സ് സിനിമയിൽ 40% ലാഭം വാഗ്ദാനം ചെയ്ത് നിർമ്മാതാക്കൾ 7 കോടി തട്ടിയെന്ന അരൂർ സ്വദേശി സിറാജ് വലിയതുറയുടെ പരാതിയിലാണ് നേരത്തെ കേസെടുത്തത്. സിനിമയുടെ നിർമ്മാണത്തിനായി പല ഘട്ടങ്ങളിലായി 7 കോടി രൂപ കയ്യിൽ നിന്ന് വാങ്ങിയെന്നും ലാഭവിഹിതം നൽകാതെ വിശ്വാസവഞ്ചന കാണിച്ചെന്നായിരുന്നു സിറാജിന്റെ പരാതി. എന്നാൽ വാഗ്ദാനം നൽകിയ പണം ഇയാൾ കൃത്യസമയത്ത് നൽകിയില്ലെന്നായിരുന്നു നിർമ്മാതാക്കളുടെ വാദം. ഇതുമൂലം ഷൂട്ടിംഗ് ഷെഡ്യൂളുകൾ മുടങ്ങിയെന്നും അത് വലിയ നഷ്ടത്തിന് കാരണമായെന്നും നിർമ്മാതാക്കൾ ആരോപിച്ചിരുന്നു. അതുകൊണ്ടാണ് ലാഭവിഹിതം നൽകാതിരുന്നതെന്നും നിർമ്മാതാക്കൾ പറഞ്ഞു. കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നിർമ്മാതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും അന്വേഷണം തുടരാനായിരുന്നു കോടതിയുടെ നിർദ്ദേശം. ഇതിന് പിന്നാലെ സൗബിനെ മരട് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ജാമ്യത്തിൽ വിടുകയും ചെയ്തു. തുടർന്നാണ് കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നിർമ്മാതാക്കൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. അന്വേഷണത്തിലൂടെ മാത്രമേ തട്ടിപ്പ് നടന്നോ എന്ന് വ്യക്തമാവൂ എന്ന് നിരീക്ഷിച്ച കോടതി ഹർജി തള്ളുകയായിരുന്നു. ഈ ഘട്ടത്തിൽ എഫ്ഐആർ റദ്ദാക്കാൻ കഴിയില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. പരാതിയിൽ അന്വേഷണം നടന്നുവരികയാണെന്ന് കേസിലെ പരാതിക്കാരന്റെ അഭിഭാഷകർ കോടതിയെ അറിയിച്ചു. ഈ സാഹചര്യത്തിൽ കേസ് റദ്ദാക്കരുതെന്നും അവർ വാദിച്ചു. ജസ്റ്റിസ് KV വിശ്വനാഥന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ചാണ് പ്രതികളായ മഞ്ഞുമൽ ബോയ്സ് നിർമ്മാതാക്കളുടെ ആവശ്യം തള്ളിയത്. ന്യൂസ് 18 കൊച്ചി. ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായപ്പോൾ പ്രതിസന്ധിയിലായ നിരവധി മനുഷ്യരുണ്ട്. പ്രിയപ്പെട്ടവരെ കുറിച്ചോർത്ത് ആശങ്കയോടെ കഴിയുന്ന ഒട്ടേറെ കുടുംബങ്ങളുണ്ട്. നിരവധി മലയാളി കുടുംബങ്ങളും ഭീതിയോടെയാണ് നാട്ടിൽ ജീവിക്കുന്നത്. യുദ്ധം ശക്തമായതോടെ മകനെ കാണാൻ കാത്തിരിക്കുന്ന വയനാട് കാട്ടിക്കുളത്തെ മാതാപിതാക്കളുടെ കണ്ണീർ കഥയാണിത്. എടയൂർക്കുന്ന് സ്വദേശിയായ 20-കാരൻ ഫർഹാൻ മാസങ്ങൾക്ക് മുൻപാണ് ഷിപ്പിംഗ് ഇന്റേൺഷിപ്പിനായി ഇറാനിലേക്ക് പോയത്. ഫെബ്രുവരി 27-ന് ശേഷം മകൻ വീട്ടിലേക്ക് വിളിച്ചിട്ടില്ലെന്ന് കുടുംബം പറയുന്നു. വയനാട്ടിലെ കാട്ടിക്കുളം എടയൂർക്കുന്ന് തൂവശ്ശേരി ഷംസുദ്ദീന്റെ മകൻ ഫാദുഷ ഫർഹാൻ 8 മാസം മുൻപാണ് ജയ്പൂർ രുദ്രാജ് ഷിപ്പിംഗ് സർവീസിന്റെ ഭാഗമായി ഇന്റേൺഷിപ്പിന് പോയത്. മെയ് 6-ന് പഠനം പൂർത്തിയാക്കി നാട്ടിലേക്ക് മടങ്ങാനിരിക്കുകയായിരുന്നു ഫാദുഷ. എന്നാൽ മേഖലയിൽ യുദ്ധം തുടങ്ങിയതോടെ മകനെക്കുറിച്ച് യാതൊരു വിവരവുമില്ലാത്ത അവസ്ഥയിലാണ് കുടുംബം. കഴിഞ്ഞ ഫെബ്രുവരി 27-ന് രാത്രിയാണ് ഫാദുഷ അവസാനമായി വീട്ടിലേക്ക് വിളിച്ചത്. താൻ ജോലി ചെയ്യുന്ന കപ്പലിൽ തുർക്കിയിലേക്ക് പോകാനുള്ള ചരക്ക് കയറ്റിയിട്ടുണ്ടെന്നും ഉടൻ യാത്ര പുറപ്പെടുമെന്നുമാണ് അന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ തൊട്ടടുത്ത ദിവസം യുദ്ധം തുടങ്ങിയതോടെ മകനുമായുള്ള ബന്ധം പൂർണ്ണമായും നിലച്ചതായി മാതാപിതാക്കൾ പറയുന്നു. മുമ്പും ഇറാനിലെ ഇന്റർനെറ്റ് പ്രശ്നങ്ങൾ കാരണം ആഴ്ചകളോളം ഫാദുഷ വിളിക്കാതിരുന്നിട്ടുണ്ട്. അന്ന് ജോലി നിർത്തി വരാൻ വീട്ടുകാർ ആവശ്യപ്പെട്ടെങ്കിലും കപ്പലിലായതുകൊണ്ട് കുഴപ്പമില്ലെന്നായിരുന്നു മകന്റെ മറുപടി. കാട്ടിക്കുളം ടൗണിൽ ഉണക്കമീൻ കച്ചവടം നടത്തുന്ന ഷംസുദ്ദീനും കുടുംബവും ഇപ്പോൾ വലിയ ആശങ്കയിലാണ്. എൻ്റെ മോന് പോയിട്ട് ഇപ്പോൾ 8 മാസമായി. 8 മാസമായിട്ട് മോന് അവിടെ പിന്നെ കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. അന്ന് ഇതേപോലെ തന്നെ വിളിച്ചപ്പോൾ അന്ന് ആഭ്യന്തര കലാപം ഉണ്ടായപ്പോൾ വിളിച്ചപ്പോൾ അന്ന് കിട്ടിയിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് 29 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ വിളിച്ച് കിട്ടിയത്. ഇപ്പോൾ യുദ്ധം ഉണ്ടാകുന്ന അന്ന് തലേന്ന് വിളിച്ച് കുഴപ്പമില്ല, ഞാൻ തുർക്കിയിലേക്ക് ലോഡാക്കുന്നുണ്ട്, ചിലപ്പോൾ പോകും എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ കലാപം തുടങ്ങി. ആ കലാപം തുടങ്ങിയ പിന്നെ വിളിച്ചിട്ട് 21 ദിവസമായിട്ട് ഇപ്പോൾ ഒരു വിവരവും ഇല്ല. എന്താണ് ഏതാണെന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു വിവരവും ഇല്ല.
മകനെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രി OR കേളു, സുരേഷ് ഗോപി MP എന്നിവർക്ക് കുടുംബം നിവേദനം നൽകിയിട്ടുണ്ട്. മകന്റെ മടങ്ങിവരവിനായി കാത്തിരിക്കുകയാണ് ഈ കുടുംബം. ജയരാജ് ബത്തേരി, ന്യൂസ് 18 വയനാട്. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. കൊല്ലത്ത് മുൻവിരോധത്തെ തുടർന്ന് 51-കാരി ഓട്ടോറിക്ഷ ഇടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതി അറസ്റ്റിൽ. മുളങ്കാടകം കാങ്കത്ത് നഗർ സ്വദേശി പൊടിക്കുട്ടൻ എന്ന സുൽത്തമ്പിയെയാണ് കൊല്ലം വെസ്റ്റ് പോലീസ് പിടികൂടിയത്. ഇടുക്കി തൊടുപുഴ KSRTC ബസ് സ്റ്റാൻഡിൽ മാല മോഷണം. കസേരയിൽ കിടന്നുറങ്ങിയ പുറപ്പുഴ സ്വദേശി അനീഷ് കുമാറിന്റെ മാലയാണ് പൊട്ടിച്ചത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി. SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വെള്ളാപ്പള്ളി നടേശനെ നീക്കിയ കോടതി ഉത്തരവിന് സ്റ്റേ. സിംഗിൾ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് വെള്ളാപ്പള്ളി നടേശൻ സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഇടക്കാല വിധി. ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന ഒട്ടേറെ ദമ്പതികൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. നാളുകളായി ചികിത്സിച്ചിട്ടും ഒരു കുട്ടി ഉണ്ടാക്കാത്തതിൻ്റെ വേദനയിൽ കഴിയുന്ന സ്ത്രീകളെയും കാണാം. അങ്ങനെയുള്ള നാട്ടിലാണ് പ്രസവിച്ച കുഞ്ഞിനെ കൊലപ്പെടുത്തുന്ന അമ്മമാരെക്കുറിച്ച് കേൾക്കാറുള്ളത്. തൃശൂർ കൊടുങ്ങല്ലൂരിൽ നിന്ന് കേട്ട വാർത്തയും ഉള്ളുലയ്ക്കുന്നതാണ്. യുവദമ്പതികളുടെ ഫ്ളാറ്റിലെ ഫ്രിഡ്ജിൽ നിന്ന് നവജാത ശിശുവിൻ്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ പല ദുരൂഹതയുമുണ്ട്. ഫ്രിഡ്ജിൽ ചെറിയ പെട്ടിക്കുള്ളിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു മൃതദേഹം. പ്രസവിച്ചതെന്നാണ് യുവതിയുടെ മൊഴി. കൊടുങ്ങല്ലൂർ ചാത്തേത്തുപറമ്പ് സ്വദേശികളായ ദമ്പതികളെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. എന്താണ് കുഞ്ഞിന് സംഭവിച്ചത്? സ്വന്തം മാതാപിതാക്കൾ തന്നെ കൊലപ്പെടുത്തിയതാണോ? അല്ലെങ്കിൽ എന്തിനാണ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചത്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.